രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് വാർത്ത വരുന്നുണ്ട്. അവർ ഇപ്പോൾ ചൂരൽമല ഭാഗത്തേക്കാണ് അവർ പോയിരിക്കുന്നത്. ഈ ബെയിലി പാലം കടന്ന് ചൂരൽമലയിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുണ്ടക്കൈ പ്രദേശത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തി. മാത്രമല്ല ഈ ഈ ഈ ദുരന്തം സംഹാര താണ്ഡവമാടിയ പ്രദേശങ്ങളൊക്കെ നേരിട്ട് കാണുവാനും നമ്മുടെ ആളുകളോട് ആശ്വാസം എത്തിക്കുവാനും വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നലെയും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം അവിടെ വന്നിരുന്നു. എന്നാൽ ഈ ബെയിലി പാലം പൂർത്തിയാകാത്തത് കൊണ്ട് മറുകരയിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഈ അപകട മേഖലയിലേക്ക് ചൂരൽമലയിലേക്ക് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു എന്ന് വേണം നമുക്കറിയാൻ. കാരണം അദ്ദേഹത്തിന് മാനസികമായ ഒരുപാട് അടുപ്പമുള്ള സംഭവമാണ്. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഗാന്ധി മുണ്ടക്കൈയിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മണ്ഡലം തന്നെയാണ് വയനാട്. സ്വന്തം മണ്ഡലമായിരുന്ന ഒരു പ്രദേശത്തുണ്ടായ വലിയ അത്യാഹിതത്തിൽ അദ്ദേഹം ഖിന്നനാണെന്ന് നമ്മൾ അറിയുന്നു. അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഇന്നലെ കൂടാതെ ഇന്നും അദ്ദേഹം പ്രിയങ്ക ഗാന്ധിക്കൊപ്പം എത്തിച്ചേരുന്നു. ഷെഫീദ് റാവുത്തർ ഈ സ്ഥലത്തുണ്ട്. ഷെഫീദ് നമുക്കൊപ്പം ചേരുന്നു. ഷെഫീദ്, ഈ സന്ദർശനത്തിൻ്റെ മറ്റു വിശദാംശങ്ങൾ. സമയം മുൻപാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയത്. ഇന്നലെ ഈ ചൂരൽമല ഭാഗത്തേക്ക് എത്തിയെങ്കിലും തിരിച്ചുപോയി. ഇന്ന് ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായ ശേഷം ഇത് റോഡ് മുറിച്ച് കടക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എസ്കേൻ, എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം എത്ര നേരം അവിടെ ഉണ്ടാകും? എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ സന്ദർശന ലക്ഷ്യം? അദ്ദേഹം വീടുകൾ സന്ദർശിക്കുന്നുണ്ടോ അതോ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രമാണിച്ച് അദ്ദേഹത്തോടൊപ്പം എത്തിച്ചേരാൻ വേണ്ടി കാൽനടയായിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വണ്ടിയിൽ എത്താനൊന്നും പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ചൂരൽമലയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിനിധി ഷെഫീദ് റാവുത്തർ അദ്ദേഹത്തിനൊപ്പം എത്തിച്ചേരാൻ വേണ്ടി കാൽനടയായി പോകുന്നു. അദ്ദേഹം വീണ്ടും നമുക്കൊപ്പം ചേരും വിശദാംശങ്ങളുമായി. ഈ സന്ദർശനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ ആളുകളിലേക്ക് എത്തുവാനും ഈ അപകട സ്ഥലങ്ങൾ കൂടുതൽ സന്ദർശിക്കുവാനും അതുപോലെ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അറിയുവാനും രാഹുൽ ഗാന്ധിക്ക് സഹായകമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന് ഈ രൂക്ഷമായ സാഹചര്യം കൊണ്ടും കാലാവസ്ഥ കൊണ്ടും പല പ്രദേശത്തും എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം പോകുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുണ്ടക്കൈയിൽ ചൂരൽമലയിൽ അദ്ദേഹം ഈ ബെയിലി പാലം വഴി അപ്പുറം കടന്ന് അങ്ങേക്കര കടന്ന് അദ്ദേഹം ചൂരൽമലയിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ്, ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ഈ സന്ദർശനം ഒരുപാട് ആശ്വാസമാകും. കാര്യം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി, എല്ലാം കൺമുമ്പിൽ തകർന്നടിഞ്ഞു പോയ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആധിയിൽ നിൽക്കുന്ന വയനാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനം ആശ്വാസം പകരുമെന്ന കാര്യത്തിൽ മാത്രമല്ല, ലോക്സഭയിൽ ഈ പ്രശ്നം അതിതീവ്രമായ രീതിയിൽ ഉന്നയിക്കുവാനും അദ്ദേഹത്തിന് ഈ അനുഭവ നിറസാക്ഷ്യങ്ങൾ പ്രേരിപ്പിക്കും. ഷെഫീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെഫീദ്, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ സന്ദർശനത്തിൻ്റെ? ഇപ്പോൾ പോയിരിക്കുന്നത് പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. അവിടെ അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തുള്ള നമ്മളും അവിടെ എത്തും. അപ്രതീക്ഷിതമായിരുന്നു ഗാന്ധിയും പുഞ്ചിരിമട്ടമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഷെഫീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുഞ്ചിരിമട്ടമാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാം. കാര്യം അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു ദുരന്തം പൊട്ടി വന്നു എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ മുകളിലൂടെ മരണത്തിൻ്റെ പരവതാനി വിരിച്ച് ഈ ഉരുൾപൊട്ടൽ കടന്നുപോയത് ഈ പ്രദേശത്തു നിന്നാണ്. എന്തായാലും ഈ പുഞ്ചിരിമട്ടം, പേരിൽ പുഞ്ചിരി ഉണ്ടെങ്കിലും മുഴുവൻ ആളുകളെയും പുഞ്ചിരി മായ്ക്കുന്ന ഒരു സ്ഥലമായി അത് മാറുകയാണ്.